പൃഥു മഹാരാജാവ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ്. മൈത്രേയ ഉവാച. മൈത്രേയ മുനി പറഞ്ഞു, ഈ വിധത്തിൽ പ്രജകളെ ഉപദേശിച്ചുകൊണ്ട് സംസാരിച്ച പൃഥു മഹാരാജാവിനെ മഹാത്മാക്കളായ പിതൃക്കൾ, ദേവന്മാർ, ദ്വിജശ്രേഷ്ഠർ മുതലായവരെല്ലാം ഉൾപ്പെടുന്ന സദസ്യർ ഒട്ടേറെ സന്തുഷ്ടരായി അനുമോദിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള ആൾക്കാരല്ല ഉള്ളത്. ആ സദസ്സിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. മഹാത്മാക്കളായ പിതൃക്കള്, ദേവന്മാര്, ദ്വിജശ്രേഷ്ഠര്, അങ്ങനെ ഒരുപാട് തലത്തിൽ ഉള്ള വിവിധ തരക്കാർ അവിടെ ഉണ്ട്. അവർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമുണ്ടായി. ആ സന്തോഷം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. മൈത്രേയ മുനി പറയുകയാണ്, ഈ വിധത്തിൽ പ്രജകളെ ഉപദേശിച്ചുകൊണ്ട് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ താൻ തിരിച്ചറിഞ്ഞ വസ്തുതകളെ ഭംഗിയായ വാക്കുകൾ ഉപയോഗിച്ച് മധുരമായ സ്വരത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ അടിച്ചേൽപ്പിക്കുകയല്ല. ഇവിടെ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ ഉപദേശിച്ച് എന്ന് പറഞ്ഞത്. ഉപദേശിച്ചുകൊണ്ട് സംസാരിച്ച പൃഥു മഹാരാജാവിനെ മഹാത്മാക്കളായ പിതൃക്കൾ, ദേവന്മാർ, ദ്വിജശ്രേഷ്ഠർ മുതലായവരെല്ലാം ഉൾപ്പെടുന്ന സദസ്യർ ഒട്ടേറെ സന്തുഷ്ടരായി അനുമോദിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ശാശ്വതമായ സുഖത്തിലേക്കും കൊണ്ടുപോകാനുള്ള വഴികൾ പറഞ്ഞുകൊടുത്ത പൃഥു മഹാരാജാവിനെ അവർ എല്ലാവരും അനുമോദിച്ചു. അനവധി പാപകർമ്മങ്ങൾ ചെയ്തവനും ബ്രാഹ്മണ ശാപത്താൽ ഹനിക്കപ്പെട്ടവനുമായ വേനന് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗലോകത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമായി ഭവിച്ചത് ഇതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ വേനന്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചത് തന്നെയാകുന്നു. സത്കർമ്മനിരതനായ പുത്രൻ മൂലം പിതാവിന് പുണ്യലോകലബ്ധി ഉണ്ടാകുമെന്ന ശ്രുതിവചനം പരമാർത്ഥം തന്നെയാണ്. അനവധി പാപകർമ്മങ്ങൾ ചെയ്തവനും ബ്രാഹ്മണ ശാപത്താൽ ഹനിക്കപ്പെട്ടവനുമായ വേനൻ, ആ വേനന്റെ പുത്രനാണ് ഈ പൃഥു. അപ്പോൾ നമുക്ക് മുമ്പേ പോയവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ വാസ്തവത്തിൽ വ്യാസഭഗവാൻ പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല എന്നും കൂടി നമ്മളോട് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. കാരണം പാരമ്പര്യം അനുസരിച്ച് വേനനെ പോലെ തന്നെയുള്ളൊരു പുത്രനാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയല്ല ഉണ്ടായത്. വേനൻ ഉണ്ടായതാണ്, വേനന്റെ ശരീരം കടഞ്ഞപ്പോൾ, അതായത് വേനൻ ഉണ്ടായത് തന്നെയാണ് പൃഥു. വേനൻ എങ്ങനെയായിരുന്നോ അതിൻ്റെ നേരെ എതിർ സ്വഭാവത്തോടു കൂടിയ ആളാണ് പൃഥു. അപ്പം നമുക്ക് മുമ്പേ പോയവർ ആരാണ് എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളാണ് പ്രധാനം, നമ്മുടെ ചെയ്തികളാണ് പ്രധാനം, നമ്മുടെ ചിന്തകളാണ് പ്രധാനം. അനവധി പാപകർമ്മങ്ങൾ ചെയ്തവനും ബ്രാഹ്മണ ശാപത്താൽ ഹനിക്കപ്പെട്ടവനുമായ വേനന് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗലോകത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മുമ്പേ പോയവരുടെ ദുഷ്പ്രവർത്തികളെ നമുക്ക് തിരുത്താൻ സാധിക്കും. എനിക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ, വേണമെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതൊരു വലിയ തിരിച്ചറിവാണ്. വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെന്നലയിലെ വിവിധ കണ്ണികൾ എന്നോണം ആണെങ്കിലും അപ്രസക്തമായതല്ല ഒരു വ്യക്തി. വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തികൾക്ക് മാറ്റമുണ്ടായാൽ ആ മാറ്റം കൊണ്ട് പരമ്പരയ്ക്ക് തന്നെ മാറ്റമുണ്ടാകും. അതുകൊണ്ട് വ്യക്തി അധിഷ്ഠിതമായാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വ്യക്തി മാറിയാൽ, വ്യക്തികൾ മാറിയാൽ സമൂഹം മാറും. സമൂഹം എന്ന് പറയുന്നത് ഒരു അവ്യക്തമായ തലമാണ്. വ്യക്തി എന്ന് പറയുന്നത് വ്യക്തമായ തലവും ആണ്. മാറ്റം വരുത്തേണ്ടത് അവ്യക്തമായ തലത്തിലല്ല,
മാറ്റം വരുത്തേണ്ടത് വ്യക്തമായ തലത്തിലാണ്. വ്യക്തമായ തലത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അവ്യക്തമായ തലത്തിൽ പ്രതിഫലിച്ചുകൊള്ളും. അതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ വേനൻ ശരിക്കും നരകത്തിലാ പോകേണ്ടത്. പക്ഷെ അദ്ദേഹം നരകത്തിലേക്ക് പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് പോയി. എന്താ കാരണം? പൃഥു മഹാരാജാവിൻ്റെ ചെയ്തികൾ ആണ് കാരണം. നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പാരമ്പര്യത്തിന് മുക്തി കൊടുക്കും. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരമ്പരകൾക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നത്. അനവധി പാപകർമ്മങ്ങൾ ചെയ്തവനും ബ്രാഹ്മണ ശാപത്താൽ ഹനിക്കപ്പെട്ടവനുമായ വേനന് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗലോകത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമായി ഭവിച്ചത് ഇതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ വേനന്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചത് തന്നെയാകുന്നു. വേനന്റെ സ്വർഗപ്രാപ്തിക്ക് കാരണം പൃഥുവിൻ്റെ ചെയ്തികൾ ആകുന്നു. അപ്പൊ നമ്മുടെ ചെയ്തികൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ മാറ്റം വരുത്തുവാൻ ഉതകുന്നതാണ്. വേനന്റെ ചെയ്തികൾ ഏതുപോലെയാണോ ജനങ്ങൾക്ക് കഷ്ടതകളെ സമ്മാനിച്ചത്, അതുപോലെ തന്നെ പൃഥുവിൻ്റെ ചെയ്തികൾ ജനങ്ങൾക്ക് സ്വസ്ഥതയെ സമ്മാനിച്ചു. അപ്പോൾ വേനന്റെ ചെയ്തികൾ ഉണർത്തിയ കഷ്ടതകളെ പൃഥുവിൻ്റെ ചെയ്തികൾ ഇല്ലാതാക്കുകയും പ്രജകൾക്ക് സമാധാനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വ്യക്തി വിചാരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യക്തിക്ക് സമൂഹത്തിനെ ദോഷമായും നല്ലതായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒരു വ്യക്തിക്ക് കഴിയും, സമൂഹത്തിന് സ്വസ്ഥതയുണ്ടാക്കാനും ഒരു വ്യക്തിക്ക് കഴിയും. അതുകൊണ്ട് വ്യക്തി വളരെ പ്രധാനമാണ്. അതിന് കാരണമായി ഭവിച്ചത് ഇതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ വേനന്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചത് തന്നെയാകുന്നു. സത്കർമ്മനിരതനായ പുത്രൻ മൂലം പിതാവിന് പുണ്യലോകലബ്ധി ഉണ്ടാകുമെന്ന ശ്രുതിവചനം പരമാർത്ഥം തന്നെയാണ്. സത്കർമ്മനിരതനായ പുത്രൻ പിതാവിനെ പുണ്യലോകലബ്ധിക്ക് കാരണം, പിതാവിൻ്റെ പുണ്യലോകലബ്ധിക്ക് കാരണമാകും. അപ്പോ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ദുഷ്ചെയ്തികൾ നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ഒരു വിശ്വാസം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മിക്കവാറും നമ്മുടെ പൂർവജന്മത്തിലോ നമ്മൾ ജനിച്ച തറവാട്ടിലെ പൂർവികരോ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ കൊണ്ടാണ് എന്നാണ് പലപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് നമ്മളുടെ പാരമ്പര്യത്തിന് നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ കാലത്തെ പലരുടെയും അടിയുറച്ച വിശ്വാസം. പക്ഷെ ഇവിടെ പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടാണ്. നമ്മുടെ ചെയ്തികൾ അവർക്ക് പോലും സ്വസ്ഥതയുണ്ടാക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ഇപ്പൊ വേനൻ ചെയ്ത ദുഷ്കർമ്മങ്ങളൊന്നും, വേനൻ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനം സഹിക്കാൻ വയ്യാതെയാണ് അവർ ശപിച്ചില്ലാണ്ടാക്കിയത്. അപ്പൊ ആ വേനന്റെ ദുഷ്ചെയ്തികളുടെ അനുഭവങ്ങളൊന്നും പൃഥ്വിനുണ്ടായതായിട്ട് ഈ കഥാഭാഗങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതായത് വേനന്റെ ദുഷ്ടപ്രവർത്തികളുടെ ഫലം ഈ പൃഥുവിൻ്റെ ആവിർഭാവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചു എന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇനി അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവികരുടെ, തറവാട്ടിലെ പൂർവികരോ നമ്മളുടെ പൂർവജന്മങ്ങളോ, പൂർവജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടുള്ള ദുഷ്പ്രവർത്തികൾ കാരണമാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് കരുതേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഓരോ വാതിലുകളാണ്. വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ
പ്രസക്തമായ കവാടങ്ങൾ മാത്രമാണ് ബുദ്ധിമുട്ടുകൾ. നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ മുമ്പേ പോയവരുടെ പ്രവർത്തികളെ പോലും തിരുത്തി അവർക്ക് പോലും സുഖമുണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകളും പ്രവർത്തികളിലുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമുക്ക് മുമ്പേ പോയവർ ചെയ്ത കർമ്മങ്ങൾ പരിഹാര കർമ്മങ്ങളിലൂടെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ സ്വഭാവാനുസൃതമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട്, അതാണ് പൃഥു മഹാരാജാവ് ആവർത്തിച്ച് പറഞ്ഞത്, സ്വധർമ്മനിരതരാകണം എന്നാണ്. അങ്ങനെ സ്വധർമ്മനിരതരായാൽ നമ്മുടെ പൂർവികരിനി ഒരു പക്ഷേ വലിയ കൊടും പാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഗതി കിട്ടും. അതായത് അവരുടെ ചെയ്തികൾ നള്ളിഫൈ ചെയ്തു പോകും, അതിന് വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് പോകും. ഈ രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവൃത്തികളും ആ പ്രവൃത്തികൾക്കനുസൃതമായ ചെയ്തികളും സ്വധർമ്മനിരതമായിരിക്കണം. ആ സ്വധർമ്മനിരതമായ ചെയ്തികൾ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർന്ന് സ്വാംശീകരിച്ചാൽ ആത്മവിശ്വാസമുള്ളവരായി തീരും നമ്മൾ. മറ്റതൊക്കെ നമുക്ക് അറിയ പോലുമില്ല. നമ്മുടെ തറവാട്ടിലെ ഏതോ ഒരാള് ഏതോ ഒരു കാലത്ത് എന്തോ ഒന്ന് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ നമ്മളിപ്പോൾ ബുദ്ധിമുട്ടുന്നത്. എന്നിട്ട് നമ്മൾ അതിന് പരിഹാരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, ബുദ്ധിമുട്ടുകളൊന്നും തീരുന്നുമില്ല. ഇവിടെ പറയുന്നത് അവർ, നമുക്ക് മുമ്പേ പോയവർ എന്തു കൊടിയ പാതകങ്ങൾ ചെയ്താലും അത് മുഴുവൻ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, എങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട്? പരിഹാരക്രിയകളാകുന്ന പ്രവൃത്തി കൊണ്ടല്ല, സ്വധർമ്മ നിരതമായ പ്രവൃത്തി കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. എനിക്ക് നിങ്ങൾക്കും നമ്മുടെ പാരമ്പര്യത്തെ മാറ്റാൻ സാധിക്കും. അതാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന ആശയം. ആ ആശയത്തെ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ദുർബലരാവുകയല്ല ചെയ്യുക, ബലമുള്ളവരായി തീരുകയാണ് ചെയ്യുക. നേരെ മറിച്ചിട്ട് നമ്മുടെ അറിയാത്ത ഏതോ ഒരു കാലത്ത് ആരോ എന്തോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുർബലരായി കൊണ്ടേയിരിക്കുകയുള്ളൂ. നാ ആത്മാനം അവസാദയേത്, അവരവരെ ദുർബലരാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടുള്ളതല്ല. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. അതായത് നമ്മളെ ദുർബലരാക്കുന്നത് നമ്മുടെ ചിന്തകളാണെങ്കിൽ പ്രയാസമാണത്. പക്ഷേ ക്രമേണ പരിശീലനം കൊണ്ട് സാധിക്കേണ്ടതാണ്. നമ്മളുടെ ചിന്തകളാണ് നമ്മളെ ദുർബലരാക്കുന്നതെങ്കിൽ ആ ദൗർബല്യത്തിന് കാരണമായിട്ടുള്ള ചിന്തകളെ മാറ്റണം. അർജുനന് യുദ്ധക്കളത്തിൽ തളർന്നിരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാരണമാണ്. തനിക്കെതിരെയും തനിക്കൊപ്പവും യുദ്ധം ചെയ്യാൻ വന്നു നിന്നവരെ കണ്ടപ്പോൾ ആ കാഴ്ചയുണർത്തിയ ചിന്തകളാണ് അർജുനനെ ദുർബലൻ ആക്കിയത്. അവരവരെ ദുർബലരാക്കുന്ന ചിന്തകൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ദുർബലരായി കഴിഞ്ഞാൽ നമ്മൾ ഇതി കർത്തവ്യതാമൂഢരായി തീരും. നയോത്സ്യ ഇതി എന്ന് അർജുനൻ പറഞ്ഞതുപോലെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഗാണ്ഡീവവും അമ്പുകളും താഴെ വെക്കേണ്ടി വരും. അതുകൊണ്ട് ദുർബലരാക്കുന്നതാണോ ഒരു ചിന്ത, ഒരാക്കുന്നതാണോ ചിന്ത? നമ്മളെ ദുർബലരാണോ ആക്കുന്നത് അതോ ബലമുള്ളവരാണോ ആക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം ചിന്തകളെ സ്വീകരിക്കാൻ. ഈ ചിന്ത വ്യാസഭഗവാൻ ഇപ്പോൾ ഈ പൃഥു മഹാരാജാവിൻ്റെ കഥയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ചിന്തകൾ നമ്മളെ ബലമുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുക. നമ്മുടെ സംസ്കാരം നമ്മളെ ബലം ഉള്ളവർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെ
നിഷ്പക്ഷമായിട്ടുള്ള പാരായണം, മനനം, ഇതൊക്കെ നമ്മളെ ബലമുള്ളവരാക്കി തീർക്കും. അപ്പൊ ഇവിടെ സത്കർമ്മനിരതനായ പുത്രൻ മൂലം പിതാവിന് പുണ്യലോകലബ്ധി ഉണ്ടാകുമെന്ന ശ്രുതിവചനം പരമാർത്ഥം തന്നെയാണ്. ഇത് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തിട്ടല്ല, തിലഹോമങ്ങൾ ചെയ്തിട്ടല്ല, പുണ്യക്ഷേത്ര ദർശനങ്ങളും പുണ്യതീർത്ഥ സ്നാനങ്ങളും നടത്തിയിട്ടല്ല ഇവിടെ പുത്രന്റെ പ്രവൃത്തി പിതാവിന് പുണ്യലോക ലബ്ധി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് പിതാവിന്, ദുഷ്ടനായ പിതാവിന് പുണ്യലോക ലബ്ധി ഉണ്ടാകാൻ കാരണമായത് എന്താണ്? പുത്രന്റെ സ്വധർമ്മ നിരതമായ പ്രവൃത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വധർമ്മനിരതരായിരുന്നാൽ, ഓരോരുത്തരും സ്വധർമ്മനിരതരായിരുന്നാൽ, സ്വധർമ്മം എന്താണെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്. സ്വധർമ്മം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന സ്വധർമ്മനിരതരായിരുന്നാൽ ആ നിരതത കൊണ്ട് ബാക്കിയുള്ളവർക്കും, നമുക്ക് മുമ്പേ പോയവർക്കും പുണ്യലോക ലബ്ധി ഉണ്ടാകും. പുത്രൻ മൂലം പിതാവിന് പുണ്യലോക ലബ്ധി ഉണ്ടാകുമെന്ന ശ്രുതിവചനം പരമാർത്ഥം തന്നെയാണ്. ഭഗവദ്വാണി അത് വേദമായാലും ശരി, ഗീതയായാലും ശരി, മറ്റ് ഗ്രന്ഥങ്ങളായാലും ശരി, അത് പരമാർത്ഥം തന്നെയാണ്. വേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ, വേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളണം? ഭാരതീയ സംസ്കൃതിയെ ഭാരതീയ സംസ്കൃതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ഉൾക്കൊള്ളണം. സെമിറ്റിക് മതങ്ങൾ തന്നിട്ടുള്ള ആചാരബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതീയ സംസ്കൃതിയെ അവലോകനം നടത്തിയാൽ കൃത്യമായ ആശയം ലഭിച്ചുകൊള്ളണം എന്നില്ല. അതുകൊണ്ടായിരിക്കാം നമ്മളിൽ പലരും പലയാവർത്തി ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തത്. അതുകൊണ്ട് നമ്മളുടെ അടിസ്ഥാനം ഭാരതീയ സംസ്കൃതി ആയിരിക്കണം. മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ്, ഭഗവാനെ കഠിനമായി നിന്ദിച്ചു എന്ന കാരണത്താൽ നരകത്തിൽ പോകേണ്ടിയിരുന്ന ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദന്റെ ഭക്തി വൈശിഷ്ട്യത്താൽ നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റ് പാപ വിമുക്തനായി പുണ്യഗതിയെ പ്രാപിക്കുകയുണ്ടായി. നരസിംഹത്തിന്റെ കഥ ഇനി പറയും, പക്ഷെ അതിന്റെ മുന്നോടിയായിട്ടാണ് പറയുന്നത്. ഭഗവാനെ കഠിനമായി നിന്ദിച്ചു എന്ന കാരണത്താൽ നരകത്തിൽ പോകേണ്ടിയിരുന്ന ഹിരണ്യകശിപുവിന്റെ നാട്ടിലെ നിയമം അദ്ദേഹത്തെ മാത്രമേ സ്തുതിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീമൻ നാരായണന്റെ ഭക്തനായി തീരുന്നതും ആ പുത്രന്റെ ചെയ്തികൾ കാരണം, ഭക്തി വൈശിഷ്ട്യം കാരണം നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റു ഹിരണ്യകശിപുവിന്. പ്രഹ്ലാദനല്ല ആദ്യം നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റത്. നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റത് വാസ്തവത്തിൽ ഹിരണ്യകശിപുവിനാണ്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, മകനോട് പോലും വളരെ ക്രൂരമായി പെരുമാറുന്ന, വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, വളരെ സങ്കുചിത ബോധം, ഞാൻ 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 മാത്രം, വേറൊന്നുമില്ല, ബാക്കിയൊക്കെ പിന്നെ. ഏറ്റവും അധികം സ്നേഹാരോടാ? എന്നോട്. രണ്ടാമതാരോടാ? എന്നോട്. മൂന്നാമതോ? എന്നോട് മാത്രം. അതാണ് ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ അതിക്രൂരനായി ഹിരണ്യകശിപു. പക്ഷേ നരസിംഹമൂർത്തി ആവിർഭവിച്ചപ്പം പ്രഹ്ലാദനെയല്ല ആദ്യം അനുഗ്രഹിച്ചത്. പ്രഹ്ലാദന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയല്ല ചെയ്തത്, മറിച്ച് തൃക്കരങ്ങൾ കൊണ്ട് ആദ്യത്തെ സ്പർശമേറ്റത് ഹിരണ്യകശിപുവിനാണ്. അപ്പൊ ഭാരതീയ സംസ്കൃതി നന്മതിന്മകളുടെ പോരാട്ടമല്ല. ഭാരതീയ സംസ്കൃതി സങ്കുചിത വികസിത ബോധങ്ങളുടെ വിളയാട്ടമാണ്. അപ്പൊ ആ തരത്തിൽ കേൾക്കണം. അപ്പൊ ഹിരണ്യകശിപു മോശക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. കാരണം ഭഗവാൻ ആരെ സ്പർശിക്കുന്നുവോ, ഭഗവാൻ അവതരിക്കുകയാണ് ആരെ സ്പർശിക്കാൻ? ഹിരണ്യകശിപുവിനെ സ്പർശിക്കാൻ.
അപ്പൊ ഹിരണ്യകശിപു എന്തൊരു ഭാഗ്യവാനായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഇത് വേനന്റെയും പൃഥുവിന്റെയും മാത്രം പ്രത്യേകതയല്ല എന്ന് കാണിക്കാനും കൂടിയാണ് ഇതും കൂടി പറയണത്. ഭഗവാനെ കഠിനമായി നിന്ദിച്ചു എന്ന കാരണത്താൽ നരകത്തിൽ പോകേണ്ടിയിരുന്ന ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദന്റെ ഭക്തി വൈശിഷ്ട്യത്താൽ നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റു പാപവിമുക്തനായി പുണ്യഗതിയെ പ്രാപിക്കുകയുണ്ടായി. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.